Welcome to today's class on algebra. We continue our study of introduction to extension fields. Today we will discuss algebraic elements, transcendental elements and their examples. So now we will characterize algebraic elements and transcendental elements. Okay. So let us start our class with the definition of an algebraic element. An element alpha of an extension field E of a field f is algebraic over f if f of alpha equal to 0. For some non-zero polynomial f of x belongs to capital F of x. Okay. For element alpha നമുക്ക് algebraic over a field f എന്ന് പറയണം. Okay. Suppose we have two field. നമുക്ക് രണ്ട് field ഉണ്ട്. F and E such that this field E is an extension field of f. We suppose that E is an extension field of f. Okay. This is our field f and let E denote the extension field of the field f. ഈ f പറഞ്ഞ ഫീൽഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് E എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I choose an element alpha in E. ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും ഞാനൊരു എലമെൻറ്റ് ആൽഫയെ ചൂസ് ചെയ്യുന്നു. Then this element alpha is said to be algebraic over the field f. The element alpha is said to be algebraic over the field f if there exists some non-constant or non-zero polynomial f of x belongs to capital F of x such that f of alpha equal to 0. Okay. നമുക്ക് രണ്ട് എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ട് എഫ് നമുക്ക് രണ്ട് ഫീൽഡ് ഉണ്ട് എഫ് ആൻഡ് ഇ where E is an extension field of the field f, then an element alpha belongs to this extension field is said to be algebraic over f if there exists a non-zero polynomial f of x belongs to capital F of x such that f of alpha equal to 0. Okay. അതായത് എക്സ്റ്റൻഷൻ ഫീൽഡിലെ ഒരു എലമെൻറ്റ് ആൽഫയെ ഓൾജിബ്രിക് ഓവർ ദ ഫീൽഡ് എഫ് ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഫീൽഡ് എഫിനകത്ത് ഒരു നോട്ട് സീറോ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ആ നോൺ സീറോ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ ആൽഫ ആയിരിക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ആൽഫയെ നമ്മളൊരു ഓൾജിബ്രിക് ഓവർ എഫ് ആണെന്ന് പറയും. ഓക്കെ. ഇഫ് ആൽഫ ഈസ് നോട്ട് ഓൾജിബ്രിക് ഓവർ എഫ് ദെൻ ആൽഫ ഈസ് ട്രാൻസ്cendental ഓവർ എഫ്. ഓക്കെ. അപ്പോൾ ആൽഫ പറഞ്ഞൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്തു. ഈ ആൽഫ എന്ന് പറയുന്നത് ഓൾജിബ്രിക് അല്ലെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ആൽഫ ഈസ് ട്രാൻസ്cendental ഓവർ എഫ്. അപ്പോൾ ട്രാൻസ്cendental ഓവർ എഫ് എന്ന് എപ്പോഴാണ് പറയുന്നത്? നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയിൽ നിന്ന് ഒരു ആൽഫേനെ ചൂസ് ചെയ്തു ആൻഡ് ഈ ആൽഫ റൂട്ടായി വരത്തക്ക രീതിയിൽ എഫിനകത്ത് നമ്മുടെ ഫീൽഡ് എഫിനകത്ത് ഒരു നോൺ സീറോ പോളിനോമിയലും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വി കോൾ ദാറ്റ് ആൽഫ ഈസ് ട്രാൻസ്cendental ഓവർ എഫ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ഈ ആൽഫ റൂട്ടായി വരത്തക്ക രീതിയിൽ ഒരു പോളിനോമിയൽ എഫിനകത്ത് എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ്. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഓൾജിബ്രിക് എലമെൻറ്റ് ആൻഡ് ട്രാൻസ്cendental എലമെൻറ്റ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോവാം. എക്സാമ്പിൾസ്. ഓക്കെ. ഫസ്റ്റ് വി നോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഫുൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് സെറ്റ് ഓഫ് ഫുൾ റാഷണൽ നമ്പേഴ്സ് അല്ലേ? സെറ്റ് ഓഫ് ഫുൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് സെറ്റ് ഓഫ് ഫുൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് നമുക്കറിയാം. സോ നൗ ഐ ചൂസ് an element from the extension field. Okay. Let x equal to root 2. ഓക്കെ. എക്സ് ഈസ് ഇക്വൽ ടു റൂട്ട് ടുവിനെ ഞാൻ ചൂസ് ചെയ്യണം ആൻഡ് വി വോണ്ട് ടു ചെക്ക് വെദർ ദിസ് എലമെൻറ്റ് റൂട്ട് ടു ഈസ് ഓൾജിബ്രിക് ഓർ ട്രാൻസ്cendental. ഈ റൂട്ട് ടു ഓൾജിബ്രിക് ആണോ അതോ ട്രാൻസ്cendental ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് ഓൾജിബ്രിക് ഓവർ ദ ഫീൽഡ് ക്യൂ ആണെങ്കിൽ ഈ ക്യൂവിനകത്ത് ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ആ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ടു ആയിരിക്കണം. അങ്ങനെ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് റൂട്ട് ടു ഈസ് ട്രാൻസ്cendental ഓവർ ദ ഫീൽഡ് ക്യൂ. ഓക്കെ. നൗ കൺസിഡർ ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആണ് റൂട്ട് 2 അതുപോലെ തന്നെ മൈനസ് റൂട്ട് 2. അതായത് നമ്മൾ എക്സിനെ ചൂസ് ചെയ്തിരിക്കുന്നത് റൂട്ട് 2 ആയിരുന്നു. ഈ റൂട്ട് 2 റൂട്ടായി വരുന്ന ഒരു പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന ഒരു പോളിനോമിയലിനെ നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരു പോളിനോമിയലിനെ കിട്ടിയത് കൊണ്ട് മാത്രം
ദിസ് എലമെൻറ്റ് റൂട്ട് 2 ഈസ് ഓൾജിബ്രിക് ഓവർ ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ റൂട്ട് 2 എന്ന് പറയും ഈ എക്സ് സ്ക്വയർ മൈനസ് 2 മസ്റ്റ് ബി എ പോളിനോമിയൽ ഓവർ ദ ഫീൽഡ് ക്യൂ. ഓക്കെ, ഇത് ക്യൂവിലുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കണം. ക്യൂവിലുള്ളൊരു പോളിനോമിയൽ മീൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ക്യൂ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ദിസ് ഈസ് എ പോളിനോമിയൽ ഓവർ ക്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ആൻഡ് എക്സിൻ്റെ ടേംസ് ആബ്സെൻ്റ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് അതുകൊണ്ട് 0 ആണ്. ആൻഡ് ഇത് 2 എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 0ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇതൊക്കെ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ പോളിനോമിയൽ ഓവർ ക്യൂ. ദാറ്റ് മീൻസ് there exists a polynomial f of x equal to x square minus 2 in q of x such that this root 2 is a root of this polynomial. അപ്പോൾ ഈ റൂട്ട് ഒരു റൂട്ടായിട്ട് വരുന്ന ഒരു പോളിനോമിയൽ q of xനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റി. ദാറ്റ് മീൻസ് ദിസ് റൂട്ട് 2 ഈസ് algebraic over q. Okay, this is first example. Now the same extension field തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. C is an extension field of Q, and I choose an element from the set of all complex numbers, that it is some I. I choose some element x equal to I belongs to C. Okay, എനിക്ക് നോക്കേണ്ടത് ഈ I പറഞ്ഞ ഈ എലമെൻറ്റ് ഓൾജിബ്രിക് ഓവർ ക്യൂ ആണോ അതോ ട്രാൻസ്ഡെൻറ്റൽ ഓവർ ക്യൂ ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ കൺസിഡർ എ പോളിനോമിയൽ such that f of x equal to x square plus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലീസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ അല്ലേ? അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന ഈ ഫംഗ്ഷൻ്റെ ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ് ഐയും മൈനസ് ഐയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് ചൂസ് ചെയ്ത എലമെൻറ്റ് എന്ന് പറയുന്നത് ഐ ആയിരുന്നു. ഈ എലമെൻറ്റ് ഐ റൂട്ട് ആകത്തക്ക രീതിയിലുള്ള ഒരു പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന പോളിനോമിയൽ നമുക്ക് കിട്ടി. ആൻഡ് ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സിനകത്തുള്ളൊരു പോളിനോമിയലാണോ നോക്കണം. ഇത് ക്യൂ ഓഫ് എക്സിനകത്തുള്ളൊരു പോളിനോമിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ദ എലമെൻറ്റ് എക്സ് ഈക്വൽ ടു ഐ ഈസ് ഓൾജിബ്രിക് ഓവർ ക്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. അതൊക്കെ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ദിസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഇൻ ക്യൂ ഓഫ് എക്സ്. ആൻഡ് there exists a polynomial f of x equal to x square plus 1 in q of x such that this x equal to I is a root of this polynomial, which implies x equal to I is algebraic over q. Okay, now ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് എക്സാമ്പിൾ, that is we have R is an extension field of Q അല്ലേ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്. ആൻഡ് ഐ ചൂസ് എ എലമെൻറ്റ് പൈ ബിലോങ്സ് ടു ആർ. ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്ന് ഞാൻ പൈ എന്നൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പൈ ഓൾജിബ്രിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾജിബ്രിക് ആണെങ്കിൽ ഈ പൈ റൂട്ടാകുന്ന ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നൗ കൺസിഡർ എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് പൈ. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വി ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് മൈനസ് പൈ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലീസ് എക്സ് ഈക്വൽ ടു പൈ. അതായത് റൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? പൈ ആണ്. ദാറ്റ് ഈസ് ദിസ് പൈ ഈസ് എ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ എക്സ് മൈനസ് പൈ. ഇതിൻ്റെ റൂട്ടായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഏതാണ്? പൈനെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ഇത് ഓൾജിബ്രിക് ഓവർ ക്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വി കനോട്ട് സേ ദിസ് പൈ ഈസ് ഓൾജിബ്രിക് ഓവർ ക്യൂ. വൈ? നമുക്കൊരു ഈ പൈ റൂട്ടാകുന്ന ഒരു പോളിനോമിയൽ കിട്ടി, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഈ പൈ എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഓവർ ക്യൂ ആണെന്ന്? നമുക്കിത് പറയാൻ പറ്റാത്തതിൻ്റെ റീസൺ നമ്മൾ ചൂസ് ചെയ്ത പോളിനോമിയൽ നോക്കുക, ആൻഡ് ആ പോളിനോമിയൽ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയലാണെന്ന് നോക്കണം. അതായത് ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ റാഷണൽ നമ്പേഴ്സ് ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഓക്കെയാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 വന്നു. ഈ കോൺസ്റ്റൻറ്റ് ടൈം ഇതെന്ന് പറയുന്നത് ഇവിടെ എക്സ് റൈസ് ടു 0 ഉണ്ട് അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു 0ൻ്റെ കോഎഫിഷ്യൻ്റ് ആയി കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ പൈ ആണ് അല്ലേ? പക്ഷേ പൈ ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. പൈ ഈസ് എൻ ഇറാഷണൽ നമ്പർ. ദെർഫോർ
we can say that this f of x which is equal to x minus pi is not a polynomial in q of x. അത് q of x ൽ ഒരു polynomial അല്ല. That means we cannot find any polynomial in q of x whose root is pi. That means this pi is transcendental. നമുക്ക് അങ്ങനത്തെ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ട്രാൻസ്cendental ഓവർ ക്യൂ. ഓക്കെ, ഇനി ഇഫ് യു കൺസിഡർ, നിങ്ങൾ കൺസിഡർ ചെയ്യുക ആർ ഈസ് ഓൾസോ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ആർ ആയിരിക്കും അല്ലേ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ചൂസ് എ എലമെൻറ്റ് പൈ ബിലോങ്സ് ടു ആർ ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് പൈ. അങ്ങനെയാണെങ്കിൽ ഈ പൈ റൂട്ടാകുന്ന ഒരു പോളിനോമിയൽ എക്സ് മൈനസ് പൈ എന്നെടുത്തു. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ പൈ ഈസ് ആൾജിബ്രിക് ഓവർ ആർ ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം ഈ പോളിനോമിയൽ എടുത്താൽ ഈ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ പൈയും. പൈ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, 1 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ദിസ് എക്സ് മൈനസ് പൈ ഈസ് എ പോളിനോമിയൽ ഓവർ പോളിനോമിയൽ ഇൻ ആർ ഓഫ് എക്സ്. ഈ ആർ ഓഫ് എക്സിനകത്തുള്ള പോളിനോമിയലാണ്. ദാറ്റ് മീൻസ് ദിസ് പൈ ഈസ് ആൾജിബ്രൈക് ഓവർ ആർ. പൈ ഈസ് ആൾജിബ്രൈക് ഓവർ ആർ ആണ്, ബട്ട് പൈ ഈസ് നോട്ട് ആൾജിബ്രൈക് ഓവർ ക്യൂ. ദ സെയിം കേസാണ് ഇഫ് യു ചൂസ് ഇ. നമ്മൾ എലമെൻ്റ് ആയിട്ട് ഇനെ ചൂസ് ചെയ്താലും ദ സെയിം മെത്തേഡാണ് വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് പൈ ആൻഡ് ഇ ആർ ട്രാൻസ്cendental ഓവർ ക്യൂ. ക്യൂവിനകത്ത് രണ്ടും എന്ന് പറയുന്നത് ട്രാൻസ്cendental ആയിരിക്കും, ബട്ട് പൈ ഈസ് ആൾജിബ്രൈക് ഓവർ ആർ. കാരണം എന്താണ്? സിൻസ് ദ പൈ ഈസ് ദ സീറോ ഓഫ് എക്സ് മൈനസ് പൈ ഇൻ ആർ ഓഫ് എക്സ്. ഓക്കെ, hope you understand. Next we have a problem. Show that root of 1 plus root 3 is algebraic over Q. എലമെൻറ്റ് തന്നിട്ടുണ്ട്. ഈ എലമെൻറ്റ് എന്ന് പറയുന്നത് ഓൾജിബ്രൈക് ഓവർ ക്യൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എലമെൻറ്റ് ഓൾജിബ്രൈക് ഓവർ ക്യൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താ നമ്മൾ കാണിക്കേണ്ടത്? ഈ ക്യൂവിനകത്ത് ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ആ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3 ആണെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എലമെൻറ്റ് ഇതിനെ നമ്മൾ സം ആൽഫ എന്ന് വിളിക്കുകയാണെങ്കിൽ ദിസ് ആൽഫ ഈസ് ഓൾജിബ്രൈക് ഓവർ ക്യൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ വി ലെറ്റ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3 വിച്ച് ഇംപ്ലൈസ് ഇവിടെ റൂട്ട് ഉണ്ട് അല്ലേ. സോ ടു ക്യാൻസൽ ദിസ് റൂട്ട് ഐ സ്ക്വയർ ബോത്ത് സൈഡ്. ഞാൻ സ്ക്വയർ എടുക്കുന്നു. ദെൻ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3 വിച്ച് ഇംപ്ലൈസ് I take this one to this side, then I get alpha square minus 1 equal to root 3. ആൻഡ് ഇവിടെ ഒരു റൂട്ട് 3 ഉണ്ട്. ഈ റൂട്ട് 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ രണ്ട് ഭാഗത്തുള്ള ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് സ്ക്വയർ ചെയ്യുന്നു. സോ വി ഗെറ്റ് ആൽഫ സ്ക്വയർ മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 3 ഓൾ സ്ക്വയർ ഈക്വൽ ടു 3 അല്ലേ. So what is alpha square minus 1 whole square? What is a minus b whole square? A minus b whole square is equal to a square minus 2ab plus b square. From this we get this is equal to alpha raised to 4 minus 2 alpha square plus 1 is equal to 3. Okay, this implies alpha raised to 4 minus 2 alpha square 1 minus 3 minus 2 equal to 0, which implies alpha is a root or 0 of x raised to 4 minus 2x square minus 2. ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലിൻ്റെ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് എ പോളിനോമിയൽ ഓവർ ക്യൂ അല്ലേ. ഇതിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. സോ ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സിനകത്തുള്ള പോളിനോമിയലാണിത്. Therefore, and we proved that there exists a polynomial x raised to 4 minus 2x square minus 2 in q of x whose root is our alpha, which implies alpha is algebraic over q. Okay. Now we have another definition.
നമുക്കത് നോക്കാം. Definition. An element of C algebraic over Q is called an algebraic number. A transcendental number is an element of C which is transcendental over Q. അപ്പോൾ നമ്മളിതൊരു ഓൾജിബ്രിക് എലമെൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്സെൻഡൻ്റൽ എലമെൻറ്റും പഠിച്ചു. നമ്മൾ പഠിക്കുന്നത് ഓൾജിബ്രിക് നമ്പറും അതുപോലെ തന്നെ ട്രാൻസ്സെൻഡൻ്റൽ നമ്പറുമാണ്. ഓക്കെ, സോ ഓൾജിബ്രിക് നമ്പർ മീൻസ് ദ ഫസ്റ്റ് തിങ് it should be an element of the set of all complex numbers. ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം. ഓക്കെ, ദറ്റ് ഈസ് an element of C, that is a complex number algebraic over Q is called an algebraic number. ഒരു കോംപ്ലക്സ് നമ്പർ if it is algebraic over Q, അത് Qയിൽ algebraic ആണെങ്കിൽ then we can say that element is an algebraic number. ഓക്കെ, അതായത് ഓൾജിബ്രിക് ഓവർ ക്യൂ മീൻസ് എന്താണ്, നമ്മൾ സി എടുത്തൊരു കോംപ്ലക്സ് നമ്പർ ചൂസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ റൂട്ടായി വരുന്ന ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിനെ ഓൾജിബ്രിക് നമ്പർ എന്ന് പറയും. നെക്സ്റ്റ് ട്രാൻസ്സെൻഡൻ്റൽ നമ്പർ. എ ട്രാൻസ്സെൻഡൻ്റൽ നമ്പർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി അഗെയിൻ വിച്ച് ഈസ് എ കോംപ്ലക്സ് നമ്പർ വിച്ച് ഈസ് ട്രാൻസ്സെൻഡൻ്റൽ ഓവർ ക്യൂ. അതായത് ട്രാൻസ്സെൻഡൻ്റൽ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ വിച്ച് ഈസ് എ കോംപ്ലക്സ് നമ്പർ, അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. കൂടാതെ ആ കോംപ്ലക്സ് നമ്പർ റൂട്ടായി വരുന്ന ഒരു പോളിനോമിയലും ക്യൂ ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിലാണ് ദെൻ വി സേ ദാറ്റ് എലമെൻറ്റ് ഈസ് ട്രാൻസ്സെൻഡൻ്റൽ ഓവർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ക്യൂ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോളിനോമിയലിൻ്റെ റൂട്ടായി വരുന്നില്ലെങ്കിൽ ആ എലമെൻറ്റ്, ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മളൊരു ട്രാൻസ്സെൻഡൻ്റൽ നമ്പർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വി ഹാവ് എ തിയറം 29.12. അപ്പോൾ അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് E be an extension field of a field F and alpha belongs to E. Let phi alpha from capital F of x to E be the evaluation homomorphism of capital F of x into E such that phi alpha of A equal to A for A belongs to F and phi alpha of x equal to alpha. Then alpha is transcendental over F if and only if phi alpha gives an isomorphism of capital F of x with a subdomain E, that is if and only if phi alpha is a 1-to-1 map. ഓക്കെ, നമുക്ക് ഇത് പ്രൂഫ് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം അല്ലേ. പ്രൂഫ്. Given that E is an extension field of F. F പറഞ്ഞൊരു ഫീൽഡിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ് E എന്ന് തന്നിട്ടുണ്ട്. Given that E is an extension field of F അല്ലേ. കൂടാതെ ഒരു ഹോമോമോർഫിസം അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഫൈ ആൽഫ അല്ലേ. ഫൈ ആൽഫ ഫ്രം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ടു ഇ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, ഫൈ ആൽഫ എഫ് മീൻസ് ഫീൽഡ് അല്ലേ. അപ്പോൾ ഫീൽഡിലെല്ലാം നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ എഫിൽ ഏതൊരു യൂണിറ്റ് എടുക്കുകയാണെങ്കിലും ആ യൂണിറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. കൂടാതെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിനും, ഇപ്പോൾ എക്സ് വരുന്ന എല്ലാ ടൈംസിനും phi alpha of x equal to alpha. Okay, we can consider this f of x, this x as f of x. Okay, അതായത് ഈ എക്സിനെ ഒരു എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ഇവിടെ കിട്ടുക അതിനകത്ത് നമ്മൾ മാപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് ആൽഫ ആയിരിക്കും. എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഫ ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഇത് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇത് മാപ്പ് ചെയ്യുന്നത് ആൽഫ സ്ക്വയറിലായിരിക്കും. പിന്നെ ജനറലി നമ്മൾ എങ്ങനെയായിരിക്കും ഫൈ പറഞ്ഞ മാപ്പിനെ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ. ഇങ്ങനെയാണ് ഈ മാപ്പിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ ദിസ് ആൽഫ ഈസ് എ ട്രാൻസ്സെൻഡൻ്റൽ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫൈ ആൽഫ ഈസ് എ 1-to-1 മാപ്പ്. ഈ ആൽഫ എന്ന് പറയുന്നത് ഓവർ എഫിനകത്ത് ട്രാൻസ്സെൻഡൻ്റൽ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഫൈ ആൽഫ ഈസ് എ 1-to-1 മാപ്പ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂഫ് വളരെ സിമ്പിളാണ്. സോ നമ്മുടെ ക്ലെയിം ഒന്ന് എഴുതാം. ക്ലെയിം എന്ന് പറയുന്നത് ആൽഫ ഈസ് ട്രാൻസ്സെൻഡൻ്റൽ ഓവർ
capital F if and only if phi alpha is a 1-to-1 map. ഇതാണ് ക്ലൈം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി നോ ദാറ്റ് ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ്. നമുക്കറിയാം ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എപ്പോഴാണ് നമ്മൾ ആ ഒരു എലമെൻറ്റിന് ട്രാൻസ്ഡെൻഡൽ എന്ന് പറയുന്നത്? ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൾജിബ്രിക് ഓവർ എഫ് അല്ലേ. അത് എഫിനകത്ത് ഓൾജിബ്രിക് അല്ലെങ്കിലാണ് നമ്മൾ ആൽഫേനെ ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ് എന്ന് പറയുന്നത്. സോ ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഈസ് നോട്ട് ഓൾജിബ്രൈക് ഓവർ എഫ്. ഓക്കെ, ആൻഡ് ആൽഫ ഈസ് നോട്ട് ഓൾജിബ്രൈക് ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എപ്പോഴാണ് നമ്മളൊരു എലമെൻറ്റ് ഈസ് നോട്ട് ഓൾജിബ്രിക് ഓവർ എഫ് എന്ന് പറയുന്നത്? ആ ആൽഫ റൂട്ടായിക്കൊണ്ട് ഒരു പോളിനോമിയലും ഈ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഈസ് നോട്ട് ഓൾജിബ്രിക് ഓവർ എഫ് എന്ന് പറയും. ഓക്കെ, സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എൻ ഓൾജിബ്രിക് എലമെൻറ്റ് ആൽഫ ഈസ് നോട്ട് ഓൾജിബ്രിക് ഓവർ എഫ് ഇംപ്ലൈസ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ non-constant polynomial f of x belongs to capital F of x. ഓക്കെ അല്ലേ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഓൾജിബ്രിക് അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, then what is f of alpha? By the definition of our map, നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാപ്പ് ഫൈ ആൽഫേനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ. സോ വാട്ട് ഈസ് എഫ് ഓഫ് ആൽഫ? എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 implies, by the definition of our map, f alpha not equal to 0 implies phi alpha of f of x not equal to 0, since phi alpha of f of x equal to f of alpha. So phi alpha of f of x not equal to 0 for all non-constant polynomial f of x belongs to capital F of x. Okay. ഇനി നോക്കുക, ഏതൊരു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ എടുത്താലും ആ എഫ് ഓഫ് എക്സുകളൊന്നും തന്നെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല അല്ലേ. ദാറ്റ് ഈസ് ദ ഓൺലി എലമെൻറ്റ് വിച്ച് ഈസ് മാപ്പഡ് ടു 0 ഈസ് 0 അല്ലേ. അപ്പോൾ ആകെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആകെയുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് 0 മാത്രമാണ്. കാരണം നമുക്ക് കിട്ടിയത് റിസൾട്ട് എന്ന് പറയുന്നത് ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്താലും ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഒന്നും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നൗ വി ഫൈൻഡ് ദ കേണൽ ഓഫ് ദിസ് മാപ്പ്. ഈ മാപ്പിൻ്റെ കേണലൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്നും ഇയിലേക്കുള്ള മാപ്പാണ്. അപ്പോൾ ദെൻ വാട്ട് ഈസ് കേണൽ ഫൈ ആൽഫ? അങ്ങനെയാണെങ്കിൽ ഈ മാപ്പിൻ്റെ കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേണൽ കൺസിസ്റ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിച്ച് മാപ്സ് ടു 0 ഇൻ ക്യാപിറ്റൽ ഇ. ഓക്കെ, അതായത് ഈ ഇയിലെ ഐഡൻറ്റിറ്റിയായ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എഫ് ഓഫ് എക്സിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും കളക്ഷനാണ് കേണൽ ഫൈ ആൽഫ എന്ന് പറയുന്നത് അല്ലേ. വി നോ ദാറ്റ് കേണൽ ഫൈ ആൽഫ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് such that phi alpha of f of x equal to 0. ഇയിലെ ഐഡൻറ്റിറ്റിയായ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ദ കളക്ഷൻ ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് കേണൽ ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്ക് കിട്ടി ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഏതൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്താലും ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഒന്നും തന്നെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദ ഓൺലി എലമെൻറ്റ് വിച്ച് ഈസ് മാപ്പഡ് ടു 0 ഈസ് 0. അതായത് സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആകെയുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ദാറ്റ് ഈസ് കേണൽ ഫൈ ആൽഫ ഈക്വൽ ടു ദ 0. നൗ വി ഹാവ് എ റിസൾട്ട്. എ മാപ്പ് സം എഫ് ഫ്രം G to D, G dash is 1 1 if and only if its kernel contain only the 0 vector. Okay,
അതായത് നമുക്കൊരു മാപ്പ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മാപ്പ് 1 1 ആണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് കേർണൽ കൺസിസ്റ്റ് ഓഫ് ഓൺലി 0 വെക്റ്റർ. അതിൻ്റെ കേർണൽ എന്ന് പറയുന്നത് 0 വെക്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി കോൺവേഴ്സ്ലി ആയിട്ട് സപ്പോസ് ഒരു മാപ്പിൻ്റെ കേർണലിനകത്ത് 0 വെക്റ്റർ മാത്രമാണ് ഉള്ളതെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് മാപ്പ് ഈസ് 1 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ ഫൈ ആൽഫ എന്ന ഈ മാപ്പിൻ്റെ കേർണൽ എന്ന് പറയുന്നത് 0 മാത്രമാണ്. ആ കേർണൽ ഫൈ ആൽഫയിൽ 0 വെക്റ്റർ മാത്രമാണ് ഉള്ളത്. That means by the above result, നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് we can say that this map phi alpha is a 1-to-1 map. 1-to-1 map. So this is our proof. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് ആൽഫ ഈസ് ട്രാൻസ്ഡെൻറ്റൽ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് phi alpha is a 1-to-1 map. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ സോ വി നോ ദാറ്റ് ആൽഫ ഈസ് ട്രാൻസ്ഡെൻറ്റൽ ഓവർ എഫ് if and only if alpha is not algebraic over f. ആൽഫ ഓവർ എഫിനകത്ത് ഓൾജിബ്രിക് അല്ല എന്നതിനർത്ഥം ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ആൻഡ് വി നോ ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ്. So this implies phi alpha of f of x not equal to 0 for all non-constant polynomial f of x belongs to capital F of x. Now we find the kernel of this map. Then kernel phi alpha equal to set of all f of x belongs to capital F of x such that phi alpha of f of x equal to 0. But here we find that the only element which maps to 0 is 0 vector. Therefore kernel phi alpha equal to 0. Then we have a result. A map is 1 1 if and only if its kernel consists of only 0 vector. So by this result we have phi alpha is a 1-to-1 map.